ഈ പറയുന്ന വേണ്ടത് കണ്ടാൽ മതി എന്ന് പറയുന്നത് അതിന്റെ പോസ്റ്ററായിരുന്നു വളരെ ഈ റോഡിൽ കുഴിയുണ്ട് സൂക്ഷിക്കാറുള്ളത്. അങ്ങനെ ഒരു പ്രൊമോഷൻ അത് ആ ഐഡിയ എങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ? അത് നോക്കുക, അത് അത്ര വലിയ അട്രാക്റ്റഡ് ആവേണ്ട ഒരു ക്യാപ്ഷനൊന്നും അല്ല അത്. ശരിക്കും പറഞ്ഞാൽ റോഡിൽ കുഴിയുണ്ട്, റോഡിൽ കുഴിയില്ലെങ്കിൽ അതിനൊരു അട്രാക്ഷനും ഇല്ലല്ലോ. റോഡിൽ കുഴി ഉള്ളത് കൊണ്ടാണ് അത് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ റോഡിൽ കുഴി ഉള്ളത് കൊണ്ടാണ് ആ പരസ്യവാചകം വരുന്നത്, മൈൻഡിൽ വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും വരത്തില്ല. അപ്പോൾ എന്തോ ഒരു റിയാലിറ്റി എവിടെയുണ്ട്, കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് ആർട്ട് ഫിലിം മേക്കർ ആയാലും ശരി, ഫിലിം മേക്കർ ആയാലും ശരി, ഏതൊരു കമൻറ്റിനും സ്റ്റേറ്റ്മെൻറ്റിനും പിറകിൽ ഏതോ ഒരു റിയാലിറ്റി അയാളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ ഈ ഒരു സാധനം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ എന്താണ്, അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇതായിട്ടല്ല. റോഡിലെ കുഴി എന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ എല്ലാവരും ബുദ്ധിമുട്ടിക്കാറുണ്ട്. റോഡിലെ കുഴികൾ മരണങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ, നമുക്ക് എപ്പോഴും കാണാം. ഈ നാത്താൻ കേസ് വീടിൻ്റെ റെഫറൻസും റിസർച്ചൊക്കെ നടത്തുമ്പോൾ തന്നെ നമ്മൾ റോഡിനെ കുറിച്ചായിരുന്നല്ലോ അതിൻ്റെ സിനിമ. പല സ്കൂട്ടർ യാത്രികർ അവരെ കുഴിയിൽ വീണ് അത് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തെറ്റുകൊണ്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരസ്യവാചകം നമ്മൾ ഇടുന്നത് ആൾക്കാരെ അട്രാക്ട് ചെയ്യിക്കാനാണ്. ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പരിപാടികളായാലും എല്ലാ പരസ്യങ്ങളെന്ന് പറയുന്നത് ആൾക്കാരെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അട്രാക്റ്റഡ് ആവപ്പെടുന്ന ആൾക്കാർ അതിൽ വീണു എന്നാണ് അർത്ഥം. നമ്മൾ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഒരു സാധനം ചെയ്യുന്നത് അല്ലേ. രാവിലെ എഴുന്നേറ്റ് പറയുന്നു റോഡിൽ കുഴിയുണ്ട്, തിയേറ്ററിൽ വരണ്ടെന്ന് പറയാൻ നമ്മുടെ ഒരു ട്രാപ്പാണ് അത്. ആ ട്രാപ്പിൽ ആരെങ്കിലും വീണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതിടുന്നത്. ആ ട്രാപ്പിൽ വീണു, അത് നമുക്ക് ഗുണമായി. ഇല്ലെങ്കിൽ പരസ്യത്തിൻ്റെ അർത്ഥം എന്തോ ഇല്ലെങ്കിൽ അത് കാണുന്നവരാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ. ചക്കപ്പഴം പോലത്തെ ഇഡ്ഡലി എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും വാങ്ങാൻ പോയാൽ മണ്ടനാ. അത് ഇഡ്ഡലി, സാധാരണ ഇഡ്ഡലി എവിടെ കിട്ടും? അപ്പോൾ അത് വാങ്ങാൻ പോയ ആൾക്കാർ മണ്ടന്മാരാണ്, അതിന് റിയാക്ട് ചെയ്യുന്നവരാണ് മണ്ടന്മാർ. ഇല്ല, കോൺട്രോവേഴ്സി ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഈ കോൺട്രോവേഴ്സികൾ അങ്ങനെ എക്സ്പെക്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞത് ഇത് രാവിലെ പോയിരുന്ന് തള്ളുക എന്നുള്ള പരിപാടി ഒരു സിനിമാക്കാരനും ആഗ്രഹിക്കുന്നില്ല. ഫസ്റ്റ് ഡേ റിവ്യൂ നല്ലത് വരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലേ. പക്ഷേ കോൺട്രവേഴ്സികൾ ഉണ്ടാവാതിരിക്കത്തില്ല. നമ്മൾ പറയുന്നൊരു സാധനം എല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ യു സർട്ടിഫിക്കറ്റ്, യു വിത്ത് എന്താണ് ഒരു സ്റ്റാർ, അതിന് ഒരു വാക്കുണ്ട്, യു വിത്ത് കറക്ഷൻസോ അങ്ങനെ എന്തോ ആണ് അതാണ് കിട്ടിയേക്കുന്നത്. ഏകദേശം 1 മിനിറ്റ് 25 സെക്കൻഡോളം അതിനകത്ത് റീപ്ലേസ്മെൻ്റ് ഉണ്ട് സെൻസറിൻ്റെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഒന്നാമത് ഇതുപോലുള്ള സെൻസറിങ് സമയങ്ങളിലാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. ഇതുപോലെ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സിനിമ എടുക്കാൻ പറ്റാത്ത ഒരു സമയത്താണ് നമ്മൾ സിനിമ എടുക്കുന്നത്. പല തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഒരു സിനിമയിലുണ്ടാവും. അപ്പോൾ ഇത് കണ്ടവരുണ്ടോ? പടം ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്? അപ്പോൾ അതിനകത്ത് നായർ മൊത്തം നാഹർന്നാക്കിയത് ഒരു സെൻസർ ബോർഡിൻ്റെ. പക്ഷെ പടം കണ്ടു കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് നായരും നാഹരും നമ്മൾ ആരും ഒബ്വിയസ് ആണത്. അപ്പോൾ എന്തിനും അതുപോലുള്ള പരിപാടികൾ നടത്തുന്നു? അതിനെക്കൊണ്ട് ആവശ്യമില്ല. അത് കൂടുതൽ അപഹാസ്യമാക്കുവാണ് അവരെ. ഒന്നാമത് ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, ആ സിനിമ ജാതി പറയാതെ എങ്ങനെ ഞാൻ പറയും അല്ലേ. ഒരു ബിൽഡിങ്ങിന് ചെരിവുണ്ട് എന്ന് പറയണമെങ്കിൽ ആ ബിൽഡിങ്ങിനെ കുറിച്ചൊരു കഥ പറയണം, അത് ഉണ്ടാക്കിയവൻ്റെ കഥ പറയണം. ബിൽഡിങ്ങിനെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൽ കാര്യമുണ്ടോ അല്ലേ? ബിൽഡിങ്ങിൻ്റെ ചെരിവിനെ കുറ്റപ്പെടുത്തി. അതുപോലെയാണ് ഒരു ജാതി വ്യവസ്ഥയെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. ആ സിനിമയിൽ ഒരു ജാതിയുടെ പേര് പറയുമ്പോൾ ആ ജാതിയുടെ പേരെടുത്ത് മാറ്റണം, അത് നിലവില്ലാത്ത ജാതിയുടെ പേരാക്കണം. ആ ജാതി പേരിലുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യും, അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? സെൻസർ ബോർഡ് ആരാണ് അങ്ങനെ തീരുമാനിക്കാൻ? അത് എങ്ങനെ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു? ആരാന്നുള്ളതല്ല, അവർ തന്നെയാണ് അധികാരികൾ. പക്ഷേ ഹൗ യു ജഡ്ജ്? അത് ഇവർ ഇതിന് റിയാക്ട് ചെയ്യും എന്ന് നിങ്ങളെങ്ങനെ ജഡ്ജ് ചെയ്യുന്നു? അപ്പോൾ അതുപോലുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ സിനിമ എടുക്കുന്നത്. നമുക്ക് സിനിമ എന്താ പറയുക, നമ്മളിവിടുന്ന് സിനിമ എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ എന്ത് സിനിമ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയും. ഞാൻ ആദ്യ സിനിമ മുതൽ എനിക്ക് വളരെ എന്താ പറയുക, വിഷ്വൽ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. ഒരു പെയിൻറ്റിങ് പോലെ ഉണ്ടാവണം, കലാകാരൻ്റെ ഒപ്പമല്ലാതെ വേറെ നോൺസെൻസുകളൊന്നും അത് ഉണ്ടാവരുത്. അത് ഏതൊരു സാധനം അങ്ങനെയാണെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. അതിനിടയിലാണ് ഈ സിഗരറ്റ് വലിക്കുന്നതെന്ന് പറഞ്ഞൊരു സ്ട്രാപ്പ് വരുന്നത്. മറ്റേ മുറിവിന് പ്ലാസ്റ്റർ ഒട്ടിച്ച പോലെ ഒരു സ്ക്രീനിൻ്റെ നടുവിലൊരു ഇടയിലൊരു സാധനം. അത് വായിക്കോ ആൾക്കാർ, ഇത് വായിക്കോ. ഇത് വായിച്ചിട്ട് എത്ര പേര് സിഗരറ്റ് വലി നിർത്തി ദൈവത്തിനറിയാം. ഇത് നമ്മുടെ സെൻസർ പരിപാടികൾ മൊത്തമായിട്ട് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ എങ്കിലും.
ഈ ഒഫീഷ്യൽ സെൻസറിങ് അല്ലാണ്ട് സെൻസറിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമകൾ, അതായത് ഏത് തരത്തിലുള്ള സിനിമകളാണ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു എ മുതൽ സെഡ് വരെ കാറ്റഗറൈസ് ചെയ്തു, അതൊരു പബ്ലിക്കിന് കൊടുക്കുക. എ ടു സെഡ് കാറ്റഗറി ഉണ്ട്. ഈ എ ടു സെഡിൽ ഇന്ന കാറ്റഗറിയിൽ വന്നാൽ ഇന്ന തരത്തിലുള്ള സിനിമയാണ്. അത് കൊടുക്കാനല്ല നിങ്ങൾ നമ്മളുണ്ടാക്കി ക്രിയേറ്റീവിൽ കട്ട് പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്കാരാ അതിന് അധികാരം? പിന്നെ ഇവിടെ എൻ്റെ ഇതെന്താണ്, എൻ്റെ പൗരാവകാശം എന്താണ് ബേസിക് ആയിട്ടുള്ളത്? അത് മാറ്റണം, ഇത് നിങ്ങൾക്കൊരു സിനിമയെക്കുറിച്ച് വളരെ സഭ്യമായും അസഭ്യമായും ജാതി പറഞ്ഞും ചീത്ത പറയാം. പക്ഷെ ഒരു കലാകാരന് ഇങ്ങനെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് സെൻസർ ചെയ്യപ്പെടുന്നു. ഭയങ്കര ദുരിതമുള്ള സമയത്താണല്ലോ സിനിമ എടുക്കുന്നത്. ഇപ്പം അല്ല, സിനിമയെ കാറ്റഗറി ചെയ്താൽ പോരെ? അത് അതെ, ഇന്ന ഏജാണ്, ഇന്ന ജോൺ, എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ. പൊളിറ്റിക്കലാണ് സിനിമ, വേണ്ടവർ പോയാൽ മതി. പി പൊളിറ്റിക്കൽ, എ അഡൽട്സ് ഓൺലി, വേണ്ടവർ പോയാൽ പോരെ. ഡി ഡാർക്ക് ഹ്യൂമർ, എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. ഈ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത്. അതായത് പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ പ്രശ്നങ്ങളുള്ള സാധ്യതയുള്ള പടമാണ്, അത് ജഡ്ജ് ചെയ്യും. അതിനെ അവർക്ക് അതിനുള്ള ഇതില്ല അതുള്ളൂ. ഇതിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് മാത്രം മതി. പ്രശ്നം ഒക്കെ തീർക്കാനൊക്കെ ഇവിടെ ആൾക്കാരില്ലേ? പ്രശ്നം ഉണ്ടാകുന്ന ഇല്ലാണ്ടിരിക്കാൻ ഇവരാരാ? അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവരല്ലോ. പ്രശ്നം ഉണ്ടായാൽ തീർക്കാൻ ഇവിടെ നിയമമുണ്ട്, ക്രമസമാധാനം തീർക്കാൻ ആൾക്കാരുണ്ട്. സെൻസർ ബോർഡ് സിനിമ എന്താണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. അതേ അധികാരം വേണ്ട അവർക്ക്. ബാക്കിയെല്ലാം തന്നെ മണ്ടത്തരം ഇവിടെ നടക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ ആയിക്കോട്ടെ, അവർ ഇത്തരം സിനിമകൾക്കെതിരെ സംസാരിക്കുകയും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു ഫാക്ടർ അല്ലേ? അത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനെ അതുകൊണ്ട് ഒരാൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നാണോ? അതിനെ തടയേണ്ടത് പോലീസല്ലേ? അത് സെൻസറല്ല തടയേണ്ടത്. അത് ക്രമസമാധാന പ്രശ്നമാണ്. അത് സെൻസർ ബോർഡല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് ജഡ്ജ് ചെയ്യാനുള്ള അതൊന്നും അതിലുള്ള നമ്മൾ കണ്ട ഒരു സെൻസർ ബോർഡിനും ഇല്ല. പറഞ്ഞ മനസ്സിലായി? അതിനകത്തൊരു IAS ഓഫീസറുണ്ട്, ബാക്കി 4 സാധാരണക്കാരുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു സ്ഥലത്തും വീട്ടിനകത്തുള്ള ക്രമസമാധാനം പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് സിനിമക്ക് കണ്ടിട്ട് കേരളത്തിലെ ക്രമസമാധാനം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ സെൻസർ ചെയ്യുന്നത്. അത് വേണ്ട, അവർ പറഞ്ഞാൽ മതി. അത് ഇവിടെ ക്രമസമാധാനം സോൾവ് ചെയ്യാൻ പോലീസുണ്ട്. നാളെ സിനിമ ഇറങ്ങട്ടെ, സിനിമയിൽ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ആ ജാതിക്കാരെയും പത്മാവതിന് പ്രശ്നം ഉണ്ടാക്കുന്നവരെ അടക്കേണ്ടത് അവരുടെ കടമയാണ്, പോലീസിൻ്റെ കടമയാണ്. ഒരു മനുഷ്യന് അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട് ഇവിടെ. ബാക്കി പോലീസാണ് ചെയ്യേണ്ടത്, അല്ലാതെ സെൻസർ ബോർഡല്ല. സെൻസർ ബോർഡിൽ നമ്മുടെ സിനിമയെ എന്താണെന്ന് പറയാനുള്ള അവരുടെ എന്ത് തരത്തിലുള്ള സിനിമയാണെന്ന് പറയാം. ഇത് കത്തിക്കും, ഇത് കത്തും എന്ന് പറഞ്ഞാൽ കത്തുന്നു മാത്രം പറഞ്ഞാൽ മതി. കത്തിക്കുന്ന സാധനങ്ങൾ മാറ്റാൻ പറയാന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അധികാരത്തിന്, എൻ്റെ അവകാശത്തിന് എടുത്തു കളയല. അത് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാത്തടത്തോളം കാലം എൻ്റെ സിനിമയിൽ കത്തിവെക്കാൻ ഇവർക്ക് അധികാരമില്ല. ഒന്നുകിൽ നമ്മൾ പറയുന്ന സിനിമ മനസ്സിലാക്കാവുന്ന സെൻസർ ബോർഡിനെ അറേഞ്ച് ചെയ്യുക, നമ്മളെക്കാൾ ഇൻ്റലക്ച്വൽ ലെവൽ കൂടുതലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ കാൻ ഫെസ്റ്റിവലിൽ മറ്റേ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഒളിച്ചോടി പോയി കാൻ ഫെസ്റ്റിവലിൽ ഫിലിം കാണിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ. ഇന്ത്യയിൽ ഉടനെ അതുപോലുള്ള ഫിലിം മേക്കേഴ്സ് വരും. ഇപ്പോൾ ഇവിടുന്ന് പോവും, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി പുറത്ത് സിനിമ ഉണ്ടാക്കി ഇന്ത്യൻ സിനിമയാണെന്നും മലയാള സിനിമയാണെന്നും പറഞ്ഞ് വേറെ ഫെസ്റ്റിവലിൽ കാണിക്കുന്ന ഫിലിം മേക്കേഴ്സ് വളരെ അടുത്ത് ഉടനെ വരും. ഇവിടുന്ന് ഒളിച്ചോടി ഇവിടുന്ന് പുറത്താക്കപ്പെടും ഫിലിം മേക്കേഴ്സ്. ആർട്ടിസ്റ്റ് പുറത്താക്കപ്പെട്ടിട്ടില്ല, ആർട്ടിസ്റ്റുകൾ. അതുപോലെ ഫിലിം മേക്കേഴ്സ് പുറത്താക്കപ്പെടും ഇവിടുന്ന് രാജ്യത്ത് വളരെ ഉടനെ.